എന്നാലും ഒരുപാട് വൈതരണികൾ ഉണ്ടായിരുന്നു. എന്നാൽ വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും എന്ന നിയോഗം യാഥാർത്ഥ്യമായിരിക്കുന്നു. അതെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത്രയും ഉദ്വേഗം നിറഞ്ഞ, ആകാംക്ഷ നിറഞ്ഞൊരു കാത്തിരിപ്പ് കേരളത്തിലെ ജനതയ്ക്ക് ഉണ്ടായിട്ടില്ല. കാരണം അതാണ് ഇപ്പൊ ഒരു മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ കഴിഞ്ഞ 6 ദിവസമായിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉറങ്ങാതെ നിന്ന ധാരാളം ആളുകളുണ്ട്. അത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മാത്രമല്ല, കേരളത്തിൽ UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച സാധാരണ വോട്ടർമാർ വരെ ആ പട്ടികയിൽ ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതിനകത്ത് SK ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് തോന്നിയത് ഇത് ഈ മാൻഡേറ്റ് ആർക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്നതാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഇവിടെ ഇപ്പോൾ വാതുവെപ്പ് ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. അത് വി.ഡി. സതീശൻ വേണമോ, KC വേണുഗോപാൽ വേണമോ, രമേശ് ചെന്നിത്തല വേണമോ, ഇവരുടെ മെറിറ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ മാൻഡേറ്റ് ജനം നൽകിയിരിക്കുന്നത് UDF അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തി മുഖ്യമന്ത്രിയാകണം എന്നതിനുള്ള ഒരു മാൻഡേറ്റ് ആയിട്ടല്ല ഈ തെരഞ്ഞെടുപ്പ് ജനവിധിയെ നമ്മൾ കണ്ടത്. കാരണം അത് 10 വർഷം നീണ്ടുനിന്ന ഇടതുമുന്നണി സർക്കാരിന് എതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം, വേണമെങ്കിൽ ഒരു പിണറായി വിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. പക്ഷേ അത് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമോ അല്ലെങ്കിൽ KCയെ മുഖ്യമന്ത്രിയാക്കണമോ എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല മാൻഡേറ്റ്. പക്ഷേ പിന്നീട് ഇത് ആരാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് വരാൻ പോകുന്നത് എന്നത് വലിയൊരു ചർച്ചയാകുന്നു. അതിൽ 3 മത്സരാർത്ഥികൾ ഉണ്ടാകുന്നു. ആ മത്സരാർത്ഥികൾ തുല്യശക്തരാകുന്നു. അങ്ങനെയാണെങ്കിൽ അത് ആർക്കാണ് ആ നറുക്ക് വീഴാൻ പോകുന്നത് എന്നൊരു ആകാംക്ഷ ഉണ്ടാകുന്നു. ഹൈക്കമാൻഡ് വളരെ വേഗം പരിഹരിക്കുമെന്ന് കരുതിയ ഒരു പ്രശ്നം 10 ദിവസം ഹൈക്കമാൻഡ് എടുക്കുന്നു. അതിനുശേഷം വീണ്ടും പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നു. 3 ക്യാമ്പിനും ഒരുപോലെ പ്രതീക്ഷ നൽകുന്നു. ഇങ്ങനെ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഇതുവരെ കാണാത്ത തരത്തിലുള്ള ചില രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് നമ്മൾ കേരള പൊതുസമൂഹവും ഭാഗമായി എന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. സാധാരണ നിലയിൽ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമെന്നും അല്ലെങ്കിൽ അവർ തീരുമാനിക്കട്ടെ എന്നുമൊക്കെ കരുതാവുന്ന ഒരു സാധാരണ പ്രശ്നമായിരുന്നു. കാരണം വി.ഡി. സതീശനായാലും KC വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലായാലും വ്യക്തി എന്ന നിലയിലല്ല അവർ കേരളത്തെ ഭരിക്കാൻ പോകുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുന്നത്. അവർ നടപ്പാക്കാൻ പോകുന്നത് UDFന്റെ നയമാണ്. അത് ഏത് ആൾ ആ സ്ഥാനത്ത് വന്നാലും അയാൾ നടപ്പാക്കേണ്ടത് UDFന്റെ നയമാണ്. ഇതൊരു കൂട്ടുകക്ഷി സർക്കാരാണ്, കൂട്ടുകക്ഷി ഭരണമാണ് വരാൻ പോകുന്നത്. അവിടെ നിലപാടിന്റെ രാജകുമാരൻ എന്ന നിലയിലുള്ള വിശേഷണം നൽകിക്കൊണ്ട് വി.ഡി. സതീശന് പിന്നിൽ ഒരു വിഭാഗം അണിനിരക്കുകയും അത് കേരളത്തിന്റെ പൊതുവികാരം എന്ന നിലയിൽ അത് പുറത്തേക്ക് വരികയും ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലടക്കം ധാരാളം ഇമെയിലുകൾ ഈ വി.ഡി. സതീശനെ പിന്തുണച്ചുകൊണ്ട് ചെന്നു. ലീഗ് വളരെ ശക്തമായ ഒരു നിലപാട് ഈ കാര്യത്തിൽ എടുത്തു. ഇതൊന്നും അവഗണിക്കാൻ കഴിയാത്ത വലിയ ശക്തിയായി, വലിയ സ്വാധീന ശക്തിയായി ഹൈക്കമാൻഡിന് മുന്നിൽ വന്നു. അതാണ് KC വേണുഗോപാലിനെ പോലെ ദേശീയ നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്ന, രാഹുൽ ഗാന്ധിയോട് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ ഈ മത്സരത്തിൽ ഉണ്ടായിട്ടും ആ KC വേണുഗോപാലിനെ പോലും മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ അനുഭവ പരിചയമോ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയോ വകവെക്കാതെ ജനഹിതം ഇതാണ്, ജനങ്ങളുടെ താല്പര്യം ഇതാണ്, അഭിലാഷം ഇതാണ് എന്ന നിലയിൽ വി.ഡി. സതീശൻ നറുക്ക് വീണിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം ഒരു മന്ത്രി പോലും ആകാതെ ചരിത്രത്തിൽ ആദ്യം, മാത്രമല്ല കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ ആർക്കാണോ അയാളെയാണ് മുഖ്യമന്ത്രിയായി നിശ്ചയിക്കാറുള്ളത്. പക്ഷേ ആ കീഴ്വഴക്കവും ഇതോടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന് കേരളത്തിൽ കോൺഗ്രസിന് ഭാവി രാഷ്ട്രീയത്തിൽ അവർക്ക് എന്ത് വിലയാണ് കൊടുക്കേണ്ടി വരിക എന്ന് നമുക്കറിയില്ല. ഏതായാലും വി.ഡി. സതീശൻ കേരളത്തിന് മുഖ്യമന്ത്രിയാകുന്നതിന് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നതിനാണ് വളരെ കൂടുതലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.